ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് സലാഡ് വിത്ത് ജാഗറി പുഡിംഗ് ആണ്. ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ജാഗറി പുഡിംഗ് ഉണ്ടാക്കണം. അതിനുവേണ്ടി 2 കപ്പ് പാലെടുക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ജാഗറി സിറപ്പ് മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. കാരണം കുറച്ച് മധുരം ഇങ്ങനെ മുമ്പിൽ നിൽക്കണം ഈ പുഡിങ്. അതാണ് നമ്മുടെ ഫ്രൂട്ട് സലാഡിനും രുചി കൂടുതൽ. നിങ്ങൾ നിങ്ങളുടെ മധുരം നോക്കി ചേർക്കുക. എന്നിട്ട് അതിങ്ങനെ നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവറിലേക്ക് കുറച്ച് പാല് മിക്സ് ചെയ്തത് ചേർത്ത് അത് നമ്മൾ ഈ തിളച്ച പാലിലേക്ക് ചേർത്ത് കുറുക്കിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ്, 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കണം. അപ്പോൾ നമ്മൾ നെയ്യോ എന്തെങ്കിലും തടവിയിട്ടുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നന്നായിട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, പക്ഷെ അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് ആയിരിക്കണം. എന്ത് ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് ചാമ്പയ്ക്കയും പിയറും മുന്തിരിയും ഒക്കെയാണ്. ഇതെല്ലാതും പുളിയില്ലാത്ത കേട്ടോ. ചാമ്പയ്ക്ക ചില നല്ല പുളിയായിരിക്കും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ തണുപ്പിച്ച് നമ്മുടെ പുഡിങ്. പിന്നെ നമ്മൾ ഏതെങ്കിലും മിൽക്ക് ഷേക്ക്, ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞെങ്കിൽ ചിക്കു ആണ്. ചിക്കു നല്ല തണുപ്പിച്ച പാലിൽ ചിക്കു ഷേക്കാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഫ്രൂട്ട്സിലേക്ക് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുഡിങ്ങും നമ്മൾ ഷേക്കിലൊക്കെ നമ്മൾ കുറച്ച് മധുരം കൂടുതൽ ചേർത്തിരിക്കുന്നത്. ഇനി അത് വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. മധുരമില്ലാതെയും കഴിക്കുക. കാരണം ചിക്കുവിനൊക്കെ അത്യാവശ്യം മധുരമുണ്ട്. നിങ്ങൾ ഏത് ഷേക്ക് വേണമെങ്കിലും എടുക്കാം, ഏത് രീതിയിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് തയ്യാറാക്കാം. ഞാനൊരു രീതിയാണ് കാണിച്ചു തരുന്നത്, ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ രീതി. നമ്മൾ പുഡിങ്ങും ഫ്രൂട്ട്സും ഷേക്കും എല്ലാം ചേർത്തിട്ട് നമുക്കൊരു ഫുൾ മീൽ പോലെ, നമുക്ക് ഈ നോമ്പ് കാലത്തൊക്കെ വൈകുന്നേരം ഹെവി ഫുഡ് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഫ്രൂട്ട് സലാഡ് കഴിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഫ്രൂട്ട്സുകൾ ലെയറാക്കി ഇട്ടിട്ടും അതിനിടയിൽ ഷേക്ക് ഒഴിച്ച് കൊടുത്തിട്ടും പുഡിങ് വെച്ചിട്ട് നമ്മൾ ലെയറായിട്ട് വെച്ചിട്ട് നമ്മൾ ഐസ്ക്രീം വേണ്ടവർക്ക് ഐസ്ക്രീം ചേർക്കാം. അങ്ങനെ ഈ റെഡിയാക്കി എടുക്കുക. അടിപൊളിയാണ്.